നീ ഇത് കണ്ടിട്ടില്ലാത്തത് നോക്കണം. ക്ലീറ്റോ, ഞാൻ വളരെ സൗമ്യമായിട്ടൊരു കാര്യം ക്ലീറ്റോനോട് പറയാൻ പോവാണ്. എന്താണ്? ഒരാളോട് സംസാരിക്കുമ്പോഴത്തേനും അവർക്കത് പറ്റുമോ, ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ഒന്ന് തലയ്ക്കകത്തിട്ടൊന്ന് ഓർക്കണം. എന്നിട്ട് വായി തോന്നുന്നതെല്ലാം വിളിച്ച് പറയരുത്. ക്ലീറ്റോ ഇപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർക്കത് വിഷമായി. പിള്ളേരുടെയൊക്കെ കാര്യം അവളുടെ മുമ്പിൽ വെച്ച് പറയാമോ? എൻ്റെ കർത്താവേ, ഞാനില്ലാത്ത കാര്യം എന്തേലും പറഞ്ഞോ? ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞോളൂ. ശ്രീദേവി ഇരട്ട പ്രസവിച്ചു, കുട്ടിയെ പ്രസവിച്ചു. ശ്രീദേവി പ്രസവിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? ഉള്ള കാര്യം എല്ലാം വിളിച്ച് പറയാൻ പറ്റുമോ? നിങ്ങളുടെ പാർട്ടി എല്ലാ അതിനകത്തും തോക്കും. അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ലേ? നീ ഒരു കാര്യം ചെയ്യ്. ആരോട് ഞാൻ എങ്ങനെയൊക്കെ സംസാരിക്കണം, എങ്ങനെയൊക്കെ സംസാരിക്കണ്ട, എന്ത് പറയണം പറയണ്ട എന്നൊക്കെ ഉള്ളത് നീ ഇവിടെ ഒരു ഡയറിയിൽ എഴുതി. എൻ്റെ പൊന്ന് ക്ലീറ്റോ, ഞാൻ തല്ല് പിടിക്കാൻ വേണ്ടിയിട്ട് പറയണതല്ല ഇത്. നിങ്ങളൊരു പാർട്ടിക്കാരനാണ്. നിങ്ങൾ പൊതുവായിട്ട് വലിയ വലിയ ആൾക്കാരോടൊക്കെ സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ വായി തോന്നണെല്ലാം വിളിച്ചു പറഞ്ഞു ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഉപകാരം. ഞാൻ അതിന് ആ കൊച്ചിനെ വിഷമിപ്പിക്കാനായിട്ട് എന്തെങ്കിലും പറഞ്ഞാണോ? ഞാൻ ഉള്ള കാര്യം പറഞ്ഞോ? ഞാൻ പറഞ്ഞത് വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ക്ലീറ്റോ മനഃപൂർവ്വം ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെന്താണ്? പറയുമ്പോഴത്തേനും എല്ലാ കാര്യം വിളിച്ചപ്പോൾ അവർക്ക് കൊച്ചുങ്ങളില്ലാന്നുള്ള, അവർക്ക് പിള്ളേരില്ലാന്നുള്ള ക്ലീറ്റോനെ അറിയാലോ. അവർക്ക് അതിനകത്ത് വലിയ വിഷമമുണ്ടെന്നും അറിയാം. അപ്പൊ പിന്നെ അത് അവിടെ വെച്ചിട്ട് പ്രസവിച്ചു. ഞാനും അത് ആ കാര്യം വിട്ടുപോയി. ഞാൻ ചോദിച്ചിട്ട് അവിടെ ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിന്റെ അമ്മ തന്നെയോട് എടുത്തിട്ടത് ഇവൻ ആലോചിച്ച പെണ്ണാണ്, അങ്ങനെയാണ്, തേങ്ങയാണ്, മാങ്ങയാണ്. എന്തിനാ ഇത് എടുത്തിടാൻ നിക്കണേന്നാ ഞാൻ ഈ ചോദിക്കണേ. ഒരു നല്ല കാര്യമല്ലേ, 2 കുട്ടികൾ ജനിച്ചു എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യം. എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, എവിടെ എന്നെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്? നിന്റെ നാത്തൂന് എന്നെ എന്തെല്ലാം പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്? എന്റെ പാർട്ടി 4 പേരുള്ള പാർട്ടി എന്നൊക്കെ പറഞ്ഞു എന്നെ പറയുമ്പോൾ ഞാൻ വിഷമിച്ചില്ലല്ലോ. അന്തസ്സായിട്ട് ഞാൻ നേരിട്ടില്ലേ? അപ്പൊ ഇതൊക്കെ നേരിടണം നമ്മൾ. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പതറി നിന്നിട്ട് കാര്യമൊന്നുമില്ല. അയ്യോ, ഇതൊക്കെ മനുഷ്യന്മാർക്ക് അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അതൊന്നും ഉണ്ടാവില്ല. എന്റെ പൊന്നു മോളെ, അവക്ക് അതുകൊണ്ട് ഒരു വിഷമവും ഇല്ല. നിന്റെ അടുത്ത് പറഞ്ഞാ ഞാൻ ആ പറഞ്ഞതിൽ അവൾക്ക് വിഷമമുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അവൾ വല്ല ചായ വെള്ളം കുടിക്കാൻ എണീറ്റ് അകത്തോട്ട് പോയി കാണും. അതിനെ ഉടനെ എങ്ങനെ വ്യാഖ്യാനിച്ചോ? കുറെ കഷ്ടം തന്നെ നിങ്ങളൊക്കെ കാര്യം. അവിടെ 650 രൂപ ഉണ്ട് ഗ്യാസിന്. ഗ്യാസിന്റെ ആള് വരും. ഞാൻ ഇവിടെ നോട്ടടിച്ച് വെച്ചേക്കണം പോക്കറ്റ്. അപ്പൊ ഗ്യാസ് നിറയ്ക്കണ്ടേ? ഗ്യാസ് നിറയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ 2-3 ദിവസം മുമ്പേ പറയണം. ഗ്യാസ് വരും, പൈസ വേണമെന്നൊക്കെ. ഞാൻ എങ്കിൽ 2 ദിവസം മുമ്പ് പറഞ്ഞാലോ? പറഞ്ഞാൽ ഞാൻ എവിടെന്നെങ്കിലും മറിച്ച് വെക്കാം. ക്ലീറ്റോ, കളിക്കല് പൈസ എവിടെന്നെങ്കിലും എടുത്ത് തരാൻ ഞാനിത് എന്ത് ചെയ്യും? നിങ്ങൾ എല്ലാം കൂടി എന്റെ ചുമലിലോട്ട് വെച്ചാ അതിനകത്ത് ഒന്നും ഇല്ല എന്നുള്ളത് എനിക്കറിയാം. പിന്നെന്താണ്? ക്ലീറ്റോ, ഭയങ്കര കഷ്ടമാണ് നിങ്ങൾ ഈ ചെയ്യണത്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഞാൻ വല്ല അടുക്കള പണിക്കും പോകും ഗൾഫിലോട്ട്. പോണം തന്നെ, നീ ഉറപ്പായിട്ടും പോണം. പോയിട്ട് വേണം. പാലായിൽ കുറച്ച് അവന്മാരുണ്ട്. അവന്മാരെ മുമ്പ് പോയി എനിക്ക് നെഞ്ച് വിളിച്ചങ്ങോട്ട് നിന്നിട്ട് നോട്ടെണ്ണി ഷൈൻ ചെയ്യാൻ. നല്ല തീരുമാനം. എൻ്റെ ഫോൺ കണ്ടാടി എന്നോട് വെച്ച് എടീ ഫോൺ കണ്ടാ നീ? അത് ശരി. വാസല എന്താ ഇപ്പഴാ? പിന്നെന്ത് വേറെ പണിയൊന്നുമില്ലല്ലോ. ശരി. 5 മിനിറ്റ് ഇപ്പം ഇറങ്ങാം. എടി ഞാനേ നമ്മൾ പുതുതായിട്ടൊരു റിസോർട്ടിന് കണക്ഷൻ കൊടുത്തായിരുന്നേ. അപ്പോൾ അവരൊരു പാർട്ടി ഉണ്ട്. ഒന്ന് പോയി അടിച്ച് പൊളിച്ചിട്ട് എന്നെ നോക്കണ്ടേ? വൈകുന്നേരത്ത് താമസിക്കും. എന്താ കുളിച്ചിട്ട് വരാം. Alien versus Alien.